ഇടുക്കിയിൽ മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു. ചക്കക്കൊമ്പനുമായി നടന്ന ഏറ്റുമുട്ടലിൽ മുറിവാലന് പരിക്കേറ്റിരുന്നു. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, എപ്പോഴായിരുന്നു സംഭവം? ആര്യ, ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുറിവാലൻ കൊമ്പനാണ് ചരിഞ്ഞത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആന ചരിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ സ്ഥലത്തെത്തി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 21-നായിരുന്നു ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ കൊമ്പ് കോർത്തത്. സംഭവത്തിൽ മുറിവാലൻ കൊമ്പന് പുറത്ത് ആഴത്തിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. ആനയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന മുറിവുകൾ പഴുത്തതോടുകൂടി ആന അവശനിലയിലാവുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ ചിന്നക്കനാൽ വിലക്കിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള വനമേഖലയിൽ ആന വീഴുകയായിരുന്നു. പിന്നീട് അവിടെ തന്നെ ആനയ്ക്ക് വനംവകുപ്പ് അധികൃതരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചിരുന്നു. എന്നാൽ ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ വന്നതോടെയാണ് ഇപ്പോൾ ആന ചെരിഞ്ഞിരിക്കുന്നത്. പുലർച്ചെയാണ് ഈ ആന ചെരിഞ്ഞിരിക്കുന്നത്. മേഖലയിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു ആനയാണ് ഈ മുറിവാലൻ കൊമ്പൻ. ഈ ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനുമാണ് ഇപ്പോൾ ചിന്നക്കനാൽ മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആന. നേരത്തെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു. അരിക്കൊമ്പനെ നാട് കടത്തിയതിനു ശേഷം ഈ മുറിവാലൻ കൊമ്പനും ചക്കക്കൊമ്പനുമായിരുന്നു കൂടുതൽ ഈ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത്. അതിൽ മുറിവാലൻ കൊമ്പനാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. ആര്യ, ജോസിലെ ഏറ്റുമുട്ടലിൽ ചക്കക്കൊമ്പന് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ? ചക്കക്കൊമ്പന് അത്തരത്തിൽ കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങൾ അവരും വിശദമാക്കുന്നുണ്ട്. എങ്കിലും ചക്കക്കൊമ്പനെയും നിരീക്ഷിക്കുന്നുണ്ട് വനംവകുപ്പ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ആര്യ, ജോസിൽ, ഈ മുറിവാലൻ കൊമ്പന്റെ ജഡം എടുത്തു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മുറിവാലൻ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ സ്ഥലത്തെത്തി നേതൃത്വം കൊടുക്കും. ഇന്നലെ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മുറിവാലൻ കൊമ്പന് ചികിത്സ നൽകിയിരുന്നത്. പ്രധാനമായും ഈ മുറിവുകൾ ഉണങ്ങുന്നതിനുള്ള ആന്റിബയോട്ടിക്കുകളാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ മുറിവാലൻ കൊമ്പൻ ഇന്നലെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചികിത്സകൾ ഫലിക്കാതെ വന്നിരിക്കുകയാണ്. ആന ഇന്ന് പുലർച്ചയോടുകൂടി ചെരിഞ്ഞിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലാണ് നടത്തുക. ആര്യ, ശരി. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.